ശിവനായി കരുതിവെച്ച അന്നം ഭക്ഷിക്കുന്നത് കണ്ട ആ നിമിഷം പാർവതി ദേവി എപ്രകാരമാണ് വിശ്വരൂപം എടുത്തതെന്ന് അറിയാമോ? ബ്രഹ്മാവിന്റെ അഞ്ചാമത്തെ തല തന്റെ തൃശൂലം കൊണ്ടുകൊയ്ത ശിവ മാനെ ആ നിമിഷം തന്നെ ഭയാനകമായ ഒരു ശാപം പിടികൂടി. ആ മുറിമാറ്റപ്പെട്ട ശിരസ് ഒരു കപാലമായി മാറി അദ്ദേഹത്തിന്റെ കയ്യിൽ ഒട്ടിപ്പിടിച്ചു. എത്ര ശ്രമിച്ചിട്ടും അത് വേർപെട്ടില്ല. ബ്രഹ്മഹത്യാ ദോഷം അദ്ദേഹത്തെ നിഴൽ പോലെ പിന്തുടർന്നു. ശിവബേ ആ ആൻ ഭിക്ഷാടന മൂർത്തിയായി ലോകം മുഴുവൻ അലഞ്ഞു. എന്നാൽ ആ കപാലം വിശന്നു വലഞ്ഞ ഒരു പ്രേതത്തെ പോലെ അദ്ദേഹത്തെ വിട്ടുപിരിഞ്ഞില്ല. തന്റെ ഭർത്താവിന്റെ ഈ ഘോരമായ അവസ്ഥ കണ്ട് മനമുരുകിയ പാർവതി ദേവി മഹാവിഷ്ണുവിനെ അഭയം പ്രാപിച്ചു. മഹാവിഷ്ണുവിന്റെ ഉപദേശപ്രകാരം ദേവി ശിവ മാനെ ഇരുൾ നിറഞ്ഞ ശ്മശാനത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അവിടെ വെച്ച് പാർവതി ദേവി സ്വന്തം കൈകളാൽ ചൂടുള്ള അന്നം പാകം ചെയ്തു. അത് സാവധാനം ശിവന്റെ കയ്യിലിരുന്ന കപാലത്തിന് നൽകി. ജീവനുള്ള ഒന്നെന്ന പോലെ ആ കപാലം വിശപ്പോടെ അന്നം വിഴുങ്ങാൻ തുടങ്ങി. അതിനുശേഷം പാർവതി ദേവി ബാക്കിയുള്ള അന്നം നിലത്ത് വിതറി. അതിന്റെ ഗന്ധവും രുചിയും ആ കപാലത്തെ താഴേക്ക് ആകർഷിച്ചു. പതുക്കെ അത് ശിവന്റെ കയ്യിൽ നിന്നും വേർപെട്ട് നിലത്ത് വീണു. അടുത്ത നിമിഷം പാർവതി ദേവി വിശ്വരൂപം പൂണ്ടു. ദേവി അങ്കാള പരമേശ്വരിയായി മാറി. തീപിടി ചിതറുന്ന കണ്ണുകൾ, ശ്മശാനത്തെ പോലും നടുക്കുന്ന ശക്തി. അപ്പോൾ പാർവതി ദേവിയുടെ വിശ്വരൂപം കണ്ട കപാലം ഭയപ്പെട്ട് വീണ്ടും ശിവന്റെ കൈ ലക്ഷ്യമാക്കി ഓടി. തന്റെ ഭർത്താവിന്റെ ഈ ദുരവസ്ഥയ്ക്ക് കാരണമായ ആ കപാലത്തെ ദേവി ഓടിച്ചെന്ന് കാൽ കൊണ്ട് ചവിട്ടി മെതിച്ചു. തറയിലിട്ട് അതിനെ നശിപ്പിച്ചു. ആ നിമിഷം തന്നെ ശാപം അവസാനിച്ചു. ശിവബേ ആ ആൻ ബ്രഹ്മഹത്യാ ദോഷത്തിൽ നിന്നും മുക്തനായി. ഇന്നും മേൽമലയന്നൂർ എന്ന സ്ഥലത്ത് അങ്കാള പരമേശ്വരി ഭക്തരെ കാത്തുരക്ഷിക്കുന്നു. ഇതൊരു കഥയല്ല, ശ്മശാനത്തിൽ നടന്ന ദൈവികമായ അത്ഭുതമാണ്. നിങ്ങൾക്ക് അമ്മയോട് ഭക്തിയുണ്ടെങ്കിൽ മറക്കാതെ ലൈക്കും സബ്സ്ക്രൈബും ചെയ്ത് ഓം ശക്തി എന്ന് കമന്റ് ചെയ്യുക.